കേരള പിറവിയുടെ ഭാഗമായി നമ്മുടെ കേരളം അതിദരിദ്രരില്ലാത്ത കേരളമായി ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സന്തോഷസൂചകമായി ഇന്ന് നാടെങ്ങും കേരളീയൻ അധിവസിക്കുന്ന ഈ ഭൂലോകത്ത് എവിടെയുണ്ടെങ്കിലും അവർക്കെല്ലാം ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിനമായി, ഒരു ശുഭമായി മാറിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് വൈകുന്നേരം എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ പായസം വെച്ച് മധുരം വിളമ്പുകയാണ്. തീർച്ചയായും നമ്മുടെ നാട് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇത്തരത്തിൽ ദരിദ്രരില്ലാത്ത ഒരു നാടായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ദിവസം വളരെ സന്തോഷപൂർവ്വമായി ആഹ്ലാദത്തിൻ്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനങ്ങളും മധുരവുമെല്ലാം വിളമ്പി ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഈ കാര്യം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സാബ് മാത്യു അവരെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം മജീഷ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ചരിത്രത്തിനും കൂടി സാക്ഷ്യം വഹിക്കുക. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ 28 സംസ്ഥാനങ്ങൾ അതിദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി ഇന്ന് കേരളം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അതിന്റെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് നെഞ്ചേറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ കേരള പിറവി ദിനം. ഈ ദിവസത്തിൽ നമ്മുടെ കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി മാറുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്ക് നമ്മളിപ്പോൾ പായസം കൊടുക്കുന്നതാണ്. ോട്ടം നെഞ്ചിൽ കനലേറ്റം കോവിൻ തീനാളമേ, കാലം തന്നേകി നാടിനുണർവേകി ലക്ഷ്യം നിറവേ